ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് ക്ലാസ് ഉള്ളൊരു ദിവസം കാണാം. അപ്പൊ രാവിലെ എന്നെ പോവാൻ വേണ്ടി റെഡി ആവേണ്. ഇലയെങ്കിലും ഒന്ന് വെട്ടിക്കൊണ്ട് താന്ന് അമ്മ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇലയൊക്കെ വെട്ടിക്കൊടുത്ത്. ഇന്നിവിടെ രാവിലെ കഴിക്കാൻ വേണ്ടിട്ട് ഓട്ടടയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഈ സാധനം തിന്നുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല, എന്നാലും ഞാൻ കഴിച്ചു. ഡൂഡി ഞാനും ഒരേ സമയത്താണ് പോണത്. എനിക്ക് ബസ് 8 മണിക്കാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് 8 മണിക്കായിരിക്കും. കമ്മല് കാണൂല, പൊട്ട് കാണൂല, അതൊക്കെ ആയിരിക്കും മെയിൻ ആയിട്ടുള്ള കാരണം. ഇന്ന് കമ്മലില്ലായിരുന്നു, അങ്ങനെ കമ്മലൊക്കെ വാങ്ങിച്ചിട്ടിട്ടാണ് പോണത്. ട്രെയിനും ഞാനും ഒരേ സമയത്താണ് അവിടെ എത്തിയത്. 2 ദിവസം കൊണ്ട് ട്രെയിനിന്റെ പിറകെ ഇങ്ങനെ ഓട്ടമാണ്. എന്നെ കാത്തു നിന്നാണ് എവരും ഇങ്ങനെ ഓടേണ്ടി വരുന്നത്. പിന്നെ ഒരു ആശ്വാസം, ഞാൻ എത്ര ലേറ്റ് ആയാലും അമ്മ ഇവിടെ കാണും. അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മുമ്പ് കിടന്നുള്ള ഈ അടി എന്നും ഉള്ളതാണ്, അതുകൊണ്ട് ഇന്നും ഉണ്ടായിരുന്നു. പോണ വഴിക്ക് ഒരു അമ്പലം ഉണ്ട്. കുളിച്ചില്ലെങ്കിലും എന്നും അവിടെ നിന്ന് കുറിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും. ലാസ്റ്റ് ഓരോന്നോരോന്നായി പല വഴിക്ക് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 പേരുമായി. ഇന്ന് മാത്സ് ക്ലാസ് ആയിരുന്നു, അതും രാവിലെ തൊട്ട് വൈകിട്ട് വരാം. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മാത്സിന് B കിട്ടിയെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അങ്ങോട്ട് അതിന് ജയിച്ചിട്ടേ ഇല്ല. അവസാനം കാത്തിരുന്ന ബ്രേക്കൊക്കെ ആയി, ബജ്ജിയൊക്കെ വാങ്ങി കഴിച്ച് പിന്നും ക്ലാസ്സിന് കയറി. ഇനി ചോറ് തിന്നുന്ന സമയം വരെ ഇങ്ങനെ ഇരിക്കണം. ക്ലാസ്സിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി അമ്മ എനിക്ക് ലെറ്ററൊക്കെ ഉണ്ടാക്കി തന്നു. അതിന്റെ അകത്ത് ഉണ്ടായിരുന്നത് വായിച്ച് പിന്നെ ചിരിയായിരുന്നു. അങ്ങനെ ചോറ് കഴിക്കാനുള്ള സമയമായി ഗൈസ്. ഞാൻ എവിടെ കമന്റിന് ലവ് മാത്രം റിപ്ലൈ കൊടുത്തെന്നും പറഞ്ഞിവിടെ കേന്തിയായിരുന്നു. ഞാൻ അവൾക്ക് വെറൈറ്റി ആയിട്ട് തെറിക്കുന്ന ലവ് ആയിരുന്നു ഇട്ടത്. പിന്നെ അത് മാറ്റി ലവ് യോ മൂന്നാക്കി. ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ചിക്കനൊക്കെ ഉണ്ട്. നമ്മളൊരു ഫ്രണ്ട് നമുക്ക് ലേസ് ഒക്കെ വാങ്ങി തന്നു. പിറകെ നടന്നാൽ പിന്നെ വാങ്ങി തന്നല്ലേ പറ്റൂ. ക്ലാസ്സിലൊരു മുട്ടായി തൊലി അനങ്ങിയ വരെ നമ്മളത് അറിയും. പിന്നെ അവർക്കത് ഷെയർ ചെയ്യാനല്ലാതെ വേറെ വഴിയില്ല. ഉറങ്ങാതിരിക്കാൻ കുറച്ചു നേരം പടമൊക്കെ വരച്ചിരുന്നു. പാവ ഒരു സാറായോണ്ട് നമ്മളവിടെ ഇരുത്തിയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് പോക്കെങ്കിൽ തൊഴിൽ ഉറപ്പാണ്. ഇന്ന് നമ്മൾ റിച്ച് ആയിരുന്നു, അതുകൊണ്ട് വൈകിട്ടും ചായ കുടിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് കയറാൻ വയ്യാത്തോണ്ടാണ് ഇതിന്റെ അകത്ത് പോകാന്ന് വെച്ചത്. അപ്പൊ ഇതിന്റെ അകത്ത് ഇങ്ങനെ. പിന്നെ അവസാനം ഞാൻ വീട്ടിലോട്ട് പോവുകയാണ്. തിന്നാൻ വേണ്ടി മാത്രം പോയൊരു ദിവസം വരെ നിന്ന്. അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഓക്കെ.